ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കുക. ഈ ബെല്ലാരി ഗോവർദ്ധനം, ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്ക് പറ്റി? അവിടെ അടൂർ പ്രകാശിൻ്റെ പങ്കെന്താണ്? ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടായി. അപ്പോൾ വ്രണതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ്, ഒരു ഉണ്ടയില്ലാ വെടി. പക്ഷേ ഒരു UDF കൺവീനർ ഇത്ര ഒരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത്. അദ്ദേഹം നുണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം. ഉദാഹരണം പറഞ്ഞാൽ, ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതാ അവിടെ പോറ്റിയിരിക്കുന്നു. അപ്പോൾ പോറ്റി പറഞ്ഞു, ഒന്ന് എന്നോട് ചേർന്ന് നിൽക്കണം ഒരു പടം എന്നാണ്. നിങ്ങൾ വേണം നോക്കിക്കോളൂ. ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞേക്കുന്നത്? ഈ പോറ്റി ഡൽഹിയിൽ വന്നു, സോണിയാഗാന്ധിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യം തലേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളതാണ്. നോക്കുക, കടക വിരുദ്ധമായ പ്രസ്താവനയാണ് അടൂർ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആരെങ്കിലും ആ വിദ്വാനൊന്ന് ഉപദേശിക്കണ്ടേ? എടോ, താൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ല, ഇപ്പം പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയണ്ടേ? ആരെങ്കിലും ചോദിക്കണ്ടേ, ഈ ഗോവർദ്ധൻ എങ്ങനെ വന്നു, ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ കണ്ടത് ആര് മുഖാന്തരമാണെന്നുള്ള ഒരു ചോദ്യം കൂടി അടൂർ പ്രകാശിൻ്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഈ അടൂർ പ്രകാശ് എന്ന വലിയ അനീതി എന്നറിയും, ഈ സോണിയാഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല, സോണിയാഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതികരിച്ചിട്ടില്ല. ആർക്കെങ്കിലും പോയി കയറാൻ പറ്റുന്ന സ്ഥലമാണോ 10 ജൻപത്ത്? അവർ UPA ചെയർപേഴ്സണായിരുന്നു, ഇപ്പോഴും Z+ സെക്യൂരിറ്റിയാണ്. 50-55 പേര് അവരോടൊപ്പം ഉണ്ട്. ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടാറുണ്ട്. ആ സമയത്ത് ഈ ഗോവർദ്ധന്, ഭണ്ഡാരി, പോറ്റി, ഇവരോടൊപ്പം നമ്മുടെ അടൂർ പ്രകാശ്, ഇവരൊക്കെ എങ്ങനെ അവിടെ കയറി വരകി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നില്ലേ? അതിനുള്ള അർത്ഥം, അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയോ?